ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ, അതായത് മസാല ദോശ. അത് ഞാനിതിന് മുമ്പേ പ്രാവശ്യം റെസിപ്പി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് കുട്ടികൾ ചെറുതാകുമ്പോൾ മുതലേ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് ചോറ് കൊടുക്കുന്നതൊക്കെ എളുപ്പമായിട്ട് എനിക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു നന്നായി തോന്നിയിരുന്നത്. വെജിറ്റബിൾസും എല്ലാം പെടും. പിന്നെ ഇവിടെ സാധാരണ ചെയ്യാത്ത മാതിരി ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് ഇടും. വെളുത്തുള്ളി ഹെൽത്തി ആയതുകൊണ്ട് ഇടും. അത് ഇഷ്ടമല്ലാത്തവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മസാലയിൽ നല്ലമാതിരി സവാള ചേർക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാൻ പഴയ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ വ്യൂസൊക്കെ ഇതിനകത്ത് ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷേ ആരും വലിയ കാര്യത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നുമില്ല. പാവങ്ങളുടെ അടുക്കള എന്ന് പറഞ്ഞുകൊണ്ടോ എന്തോ ആണ്. നമ്മൾ വലിയ ആർഭാടത്തോടു കൂടിയൊന്നുമല്ല ജീവിക്കുന്നത്. ഞാൻ പഠിച്ചതൊക്കെ കുട്ടികളെ വെച്ചുകൊണ്ട് 2 കുട്ടികളെ വെച്ചുകൊണ്ടാണ് MCOM എടുത്തത്, BEd MEd ഒക്കെ എടുത്തത്. ആ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടാണ് പഠിച്ചത്. അതിനു മുമ്പേ ഞാൻ CA ഫൈനൽ വരെ പഠിച്ചിരുന്നു. CA ഫൈനലിൻ്റെ എക്സാം സമയത്താണ് മാരേജ് നടന്നത്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പകരം MCOM MEd ഒക്കെ എടുത്തു. എന്തോ നമുക്ക് വലിയ കാര്യമൊന്നും പറയാത്തതുകൊണ്ടായിരിക്കും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നുമില്ല. ഇനി ശബ്ദം കേട്ടിട്ട് വളരെ ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ കാര്യമെന്ന് എനിക്കറിഞ്ഞൂടാ. മക്കളെയൊക്കെ നല്ല മാതിരി പഠിപ്പിച്ചു. മൂത്ത ആൾ ഇസ്രോയിൽ സയൻറ്റിസ്റ്റാണ്. ഇളയ ആൾ ആമസോണിൽ സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. വളരെ ചെറിയ പ്രായമാണ് കേട്ടോ. എന്നാലും പഠിച്ചുകൊണ്ട് തന്നെ മൂത്താൾ MTech കഴിഞ്ഞു IIT ബോംബെയിൽ നിന്ന്. എന്നിട്ടാണ് നേരിട്ട് ജോയിൻ ചെയ്ത്. ഇപ്പോൾ 6 മാസമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഡിസംബറിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ MTech കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എക്സ്റ്റൻഷൻ കൊടുത്തതാണ്. ഈ ജൂൺ എൻഡിലാണ് ഇസ്രോയിൽ ജോയിൻ ചെയ്തത്. ഇളയ ആൾ കഴിഞ്ഞ കൊല്ലം ആമസോണിൽ സോഫ്റ്റ്വെയർ എൻജിനീയറായി ജോയിൻ ചെയ്തു. ഇപ്പോൾ 1.5 കൊല്ലമായി. അപ്പോൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വലിയ ആർഭാടത്തോടു കൂടിയൊന്നുമല്ല നമ്മളൊന്ന് ജീവിക്കുന്നത്. ഹെൽത്തി ഫുഡ് കഴിക്കുക, അതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇടുന്നത്. പിന്നെ ഒത്തിരി ചോറ് കണ്ടമാനം ഇടുകയല്ല, കറികൾ ഒത്തിരി കൂട്ടുക, അങ്ങനെ. പിന്നെ അധികം ഫ്രൈഡ് സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കി ഹെൽത്ത് നശിപ്പിക്കണ്ടല്ലോ.